നിയമസഭാ സമ്മേളന കാലയളവിൽ കത്തിക്കയറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സഭാ സമ്മേളനത്തിന്റെ മുഴുവൻ നടപടിക്രമങ്ങളിലൊന്നും മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നത് സ്ഥിരം പരിപാടിയൊന്നുമല്ല. എന്നാൽ ആ പതിവിന് അവസാനം കുറിച്ചിരിക്കുകയാണ് വി.ഡി. സതീശൻ. പ്രതിപക്ഷത്തെ അടിച്ചിരുത്താൻ സമ്മേളനത്തിന്റെ മുഴുവൻ നടപടിക്രമങ്ങളിലും പങ്കെടുത്ത് റെക്കോർഡിട്ടിരിക്കുകയാണ് വി.ഡി. സതീശൻ. പിണറായി വിജയൻ അടക്കം പ്രതിപക്ഷ നേതാക്കൾ പലകുറി നോക്കിയിട്ടും സഭാ സമ്മേളന കാലയളവിൽ വി.ഡി. സതീശന്റെ പ്രകടനത്തിന്റെ തട്ട് താണു തന്നെയിരിക്കും. നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ബുധനാഴ്ച എല്ലാ നടപടികളിലും പങ്കെടുത്ത് റെക്കോർഡിട്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ നിന്നും മടങ്ങിയത്. ബുധനാഴ്ച സഭാ നടപടികളും മറ്റു ദിവസങ്ങളിലുള്ളതിനേക്കാൾ കൂടുതലായിരുന്നു. എന്നിട്ടും ലെവലേശം തളർച്ചയില്ലാതെ മുഖ്യമന്ത്രി സഭയിൽ നിറഞ്ഞു നിന്നു. രാവിലെ 9-ന് തുടങ്ങിയ ചോദ്യോത്തര വേളയിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം, ഗൾഫ് യാത്രാ പ്രശ്നം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വി.ഡി. മറുപടി നൽകി. തുടർന്ന് തദ്ദേശ വിഹിതത്തിലെ വെട്ടിക്കുറയ്ക്കൽ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് ധനമന്ത്രി എന്ന നിലയിൽ മറുപടി കൊടുത്തു. ഒറ്റവാക്കിൽ ഒതുക്കാതെ ദീർഘമായ പ്രസംഗമാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി നടത്തിയത്. പിന്നാലെ ശ്രദ്ധ ക്ഷണിക്കലിനും പ്രധാനപ്പെട്ട 6 സബ്മിഷനുകൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകി. വിദേശ സംഭാവന നിയന്ത്രണ ചട്ട ഭേദഗതിക്കെതിരായ പ്രമേയം സഭയിൽ അവതരിപ്പിക്കാൻ എണീറ്റതും മുഖ്യമന്ത്രിയാണ്. പിന്നീടാണ് ധനകാര്യ ബില്ലിന്റെ ചർച്ചയിൽ ധനമന്ത്രി എന്ന നിലയിൽ പങ്കെടുത്ത് പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണത്തിലേക്ക് നയിച്ച മറുപടി നൽകിയത്. രാവിലെ അടിയന്തര പ്രമേയ നോട്ടീസിന്റെ ചർച്ചയിലും മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. ഒരു ദിവസം തന്നെ ഇത്രയും നടപടികളിൽ തുടർച്ചയായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഈ റെക്കോർഡും കീശയിലിട്ടാണ് വി.ഡി. സതീശൻ സഭയിൽ നിന്നും ഇറങ്ങിയത്. നേരത്തെ കഴിഞ്ഞ LDF സർക്കാരിന്റെ സാമ്പത്തിക ആസൂത്രണത്തിലെ പിഴവുകൾ തുറന്നുകാട്ടാൻ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം സഭയിൽ സമർപ്പിച്ചാണ് മുഖ്യമന്ത്രി തുടങ്ങിയത് തന്നെ. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ മുൻ സർക്കാരിന്റെ ബജറ്റ് മാനേജ്മെന്റിലെ പോരായ്മകളാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് കൃത്യമായ കണക്കുകൾ നിരത്തി വി.ഡി. സതീശൻ സ്ഥാപിച്ചതോടെ സഭാ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ വരെ പിണറായി വിജയൻ നിർബന്ധിതനായി. നികുതി ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാതെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ശ്രദ്ധേയമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ബഹളവും സഭാ നടത്തിപ്പും സമ്മേളനത്തിലുടനീളം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF ഉയർത്തിയ കടുത്ത വെല്ലുവിളികളെയും വാഗ്വാദങ്ങളെയും മുഖ്യമന്ത്രി സതീശൻ നേരിട്ടത് തന്ത്രപരമായാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന ധനകാര്യ ബില്ലിനെതിരെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചപ്പോൾ മുൻപ് ധനകാര്യ ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ പാസാക്കിയ ഇടതുപക്ഷ ചരിത്രം ഓർമ്മിപ്പിച്ചാണ് അദ്ദേഹം തിരിച്ചടിച്ചത്. ഖനന മേഖലയിലും വികസന പ്രക്രിയകളിലും സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിനെ പ്രതിപക്ഷം എതിർത്തപ്പോഴും അത് സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇതിനെതിരെ ഭരണപക്ഷത്തു നിന്ന് തന്നെ ചില മുറുമുറുപ്പുകൾ ഉണ്ടായെങ്കിലും അതൊന്നും പക്ഷേ വി.ഡി. കാര്യമാക്കിയില്ല. തുറന്ന മൈക്ക് വിവാദവും രാഷ്ട്രീയ വിമർശനവും ഇടയ്ക്ക് ചെറിയ രീതിയിൽ മുഖ്യന് ചീത്തപ്പേര് സമ്മാനിച്ചു. സമ്മേളനത്തിനിടയിൽ കുട്ടനാട് ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് സഭയിൽ പരിഗണിക്കാമെന്ന് മറുപടി നൽകിയ ശേഷം മൈക്ക് ഓഫ് ആക്കുന്നതിനു മുൻപ് ഒരു കാരണവശാലും നൽകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ രാഷ്ട്രീയ വിവാദമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സതീശന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ LDF ആയുധമാക്കിയെങ്കിലും ഭരണപക്ഷത്തിന്റെ ഭൂരിപക്ഷ ബലത്തിൽ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിനായി. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ശീലിച്ച അതേ വസ്തുതാപരമായ സമീപനം ഭരണപക്ഷത്തും അദ്ദേഹം തുടർന്നു. അതുകൊണ്ട് തന്നെയാണ് തല ഉയർത്തി തന്നെ വി.ഡി. സതീശന് നിയമസഭയിൽ ഇരിക്കാൻ സാധിച്ചത്. മുൻ സർക്കാർ പരാജയപ്പെട്ടെടുത്ത് പുതിയ കോഴ്സുകൾ, വയോജന സംരക്ഷണം തുടങ്ങിയ ബദൽ നിർദ്ദേശങ്ങൾ ബജറ്റ് ചർച്ചകളിൽ അദ്ദേഹം അവതരിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടുകളെയും ആരോപണങ്ങളെയും മുൻകാല ഭരണ പരാജയങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഭരണകർത്താവെന്ന നിലയിലുള്ള വി.ഡി. സതീശന്റെ കന്നി നിയമസഭാ പ്രകടനം പ്രതിപക്ഷത്തിന്റെ ശക്തമായ രാഷ്ട്രീയ ആക്രമണങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കുന്നതിനൊപ്പം സ്വന്തം സർക്കാരിന്റെ സാമ്പത്തിക വികസന നയങ്ങൾക്ക് കൃത്യമായ ദിശാബോധം നൽകുന്നതുമായിരിക്കുമെന്ന് കാണാൻ സാധിക്കും.